ഈ PSCയിൽ ആഭ്യന്തര അന്വേഷണം എന്ന നിലയ്ക്ക് അപ്പുറത്തൊരു അന്വേഷണം സാധ്യമാവില്ല എന്നുള്ളതൊക്കെയാണ് അതിനെ അതിൻ്റെ നിയമപരമായ വശം ചൂണ്ടിക്കാട്ടി പലപ്പോഴും പലരും സൂചിപ്പിക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഒരു ക്രൈം നടന്നിരിക്കുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ അതന്വേഷിക്കാനായിട്ട് ആഭ്യന്തരമായി മാത്രം അന്വേഷിക്കുന്നത് ശരിയല്ല. അങ്ങനെ അല്ലാത്ത സാധ്യതകളുമുണ്ട്. അപ്പോൾ ആ സാധ്യതകൾ തേടുകയാണ് വേണ്ടത്. അതിന് പകരം ഈ പരീക്ഷാ കൺട്രോളറെ അന്വേഷണത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുക വഴി ഇതിൽ മറച്ചു വെക്കാൻ ചിലതുണ്ട് എന്നുള്ള സൂചന തന്നെയാണ് തന്നത്. ഇതിനുണ്ടാകുന്ന ഒരു വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബാക്കി എല്ലാ സ്ഥലത്തും ഈ സ്ഥിര നിയമനങ്ങളെല്ലാം സമ്പൂർണ്ണമായി തന്നെ തടഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ട് പല സംസ്ഥാനങ്ങളിലും. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ ധാരാളം PSC നിയമനങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിലെ മറ്റ് ഏതെങ്കിലും സംസ്ഥാനത്ത് നടക്കുന്നതിനേക്കാൾ കൂടുതൽ നിയമനം ആ നിലയ്ക്ക് സ്ഥിര നിയമനങ്ങൾ നടക്കുന്നത് കേരളത്തിലാണ്. കഴിഞ്ഞ കുറേ കാലത്തെ കണക്കെടുത്ത് നോക്കിയാൽ അത് വാസ്തവമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഏജൻസി മാത്രമല്ല, ഏറ്റവും വിശ്വാസ്യതയുള്ളത് എന്ന് പൊതുവേ കരുതപ്പെടുന്ന ഒരു സംവിധാനം. അപ്പോൾ ആ സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരും ആ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ആ കൊണ്ടുവരുന്ന ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇവിടെ ആളുകൾക്ക് PSC അംഗങ്ങൾക്ക് എണ്ണക്കുറവൊന്നുമില്ല. 10-21 അംഗങ്ങൾ PSCയിലുള്ളതാണ്. PSC അംഗങ്ങൾ എന്നാണ് നിലയ്ക്ക് ഇത് കൊണ്ടു നടക്കുന്നതിൻ്റെ ഒരു കുഴപ്പം കൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള നിലയ്ക്ക് അങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ ജോലിഭാരം കൊണ്ട് സംഭവിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് PSCയിൽ. മാത്രമല്ല ഈ കാര്യത്തിൽ ഈ വിശ്വാസ്യത നിലനിർത്തേണ്ട ബാധ്യത അവർക്കുണ്ട്. ഇതെല്ലാം രാഷ്ട്രീയ നിയമനങ്ങളുടെ സ്വഭാവത്തിലാണ് ഇവിടെ ഈ പലരും PSCയുടെ അംഗങ്ങളായി വരുന്നതോ അതിൻ്റെ തലപ്പത്തേക്ക് വരുന്നതോ ഒക്കെ. അപ്പോൾ അവരത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ്. അത് ചെയ്തില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പിക്കാം. ഇപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ച ഈ ഓൺ സ്ക്രീൻ മാർക്കിങ്ങിൻ്റെ പ്രശ്നമാണ് എന്നുള്ളതാണല്ലോ ഇവർ പറയുന്നത്. അതാണെങ്കിൽ ആ വിവരം അങ്ങ് തുറന്നു പറഞ്ഞാൽ പോരെ നേരത്തെ തന്നെ. ഈ ഉദ്യോഗാർത്ഥികൾക്ക് സംശയം തോന്നുമ്പോൾ തന്നെ ഇതിലെത്തി ഇങ്ങനെ ഒരു സംശയം ഉണ്ട് കേട്ടോ, നമ്മളത് കറക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നീക്കത്തിലേക്ക്, അങ്ങനെ ഒരു നിലപാടിലേക്ക് കിടക്കുകയല്ലേ വേണ്ടത്. ഇതിൽ ഇപ്പോൾ പങ്കെടുത്തതും ഈ പരീക്ഷ എഴുതിയതെല്ലാം സർവീസിലുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ കുറേ കൂടി റിസ്ക് കുറവുണ്ട്. സർവീസിലുള്ള ആളുകൾക്ക് ഒരാൾക്കൊരു പോസ്റ്റിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തി അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് പരിഹരിച്ചിട്ട് അത് മാറ്റാം എന്ന് ലളിതമായി ചെയ്യാവുന്ന ഒരു കാര്യം അങ്ങനെ ചെയ്യാതിരിക്കുക വഴി അതത്ര ലളിതമല്ല എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് അതുപോലെ തന്നെ ഈ RTI വഴി ഈ ഉദ്യോഗാർത്ഥി ഈ ഉത്തരക്കടലാസ് എടുക്കുമ്പോഴാണല്ലോ ഇതിനെ ഈ വിവരങ്ങൾ അറിയുന്നത്. അതിനു മുമ്പ് PSCക്ക് ഇത് കണ്ടെത്താൻ ഒരു മാർഗവുമില്ല എന്നുള്ളതാണ്. PSCക്ക് ഇത് കണ്ടെത്താനും തിരിച്ചറിയാനും ഇത് കറക്റ്റ് ചെയ്യാനും ഒരു സംവിധാനം ഇല്ലെങ്കിൽ ഇത്രയും അധികം നിയമനങ്ങൾ നടത്താനായിട്ടുള്ള ശേഷി ഈ സംവിധാനത്തിനില്ല, അല്ലെങ്കിൽ അതിനുള്ള യോഗ്യതയില്ല എന്ന് ആളുകൾ വിലയിരുത്തി പോകും. അത് വളരെ അപകടം പിടിച്ച ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കും. അപ്പോൾ ആ അക്കൗണ്ടബിലിറ്റി തീർച്ചയായിട്ടും അത് PSCക്ക് ഉള്ളതാണ്. PSC അത് പാലിക്കേണ്ടിയിരുന്നു. എനിക്ക് തോന്നുന്നു ആസ്ഥാനത്തിരിക്കുന്നവർക്ക് അത് ഓൺ സ്ക്രീൻ മാർക്കിങ്ങിൽ കാണാം. അതപ്പം മനഃപൂർവ്വം മൗനം പാലിച്ചതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന സംശയം. അതുപോലെ ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇന്റേണൽ വിജിലൻസ് മാത്രം ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുകയും അവിടെ പരിഹരിക്കുകയും ചെയ്യുന്ന രീതിയിൽ അത് അതിനകത്തും കുഴപ്പമുണ്ട്. കാരണം ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരു ക്രൈം തന്നെയാണ് എന്ന് സംശയിക്കത്തക്ക സാഹചര്യമുണ്ടെങ്കിൽ അത് എക്സ്റ്റേണൽ ഏജൻസി തന്നെ അത് അന്വേഷിക്കുന്ന സാഹചര്യം ഉണ്ടാവണം. പിന്നെ ഇതിനകത്ത് അടിസ്ഥാനപരമായി സംഭവിക്കുന്നത് എന്താണ്, ഈ കഴിവുള്ളവർ അല്ലെങ്കിൽ മറ്റു പലതരത്തിലാണ്. ഇപ്പോൾ സാമൂഹ്യ നീതി എന്നുള്ളതാണല്ലോ സംവരണത്തിൻ്റെ അടിസ്ഥാനം. അതിനെയും സമ്പൂർണ്ണമായി അട്ടിമറിക്കുന്ന ഏജൻസി ഏതാണ്? അത് PSC ആണ്. ഇപ്പോൾ സംവരണം എന്നുള്ളതിനെ അട്ടിമറിക്കുന്ന ഏജൻസിയായി PSC പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം എത്രയോ കാലങ്ങളായി ഈ വനരോധനമായി PSCക്കെതിരെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിലൊന്നും വ്യക്തമായി ഒരു തിരുത്തൽ വരുത്താൻ PSC ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ദളിത് സ്ത്രീയുടെ ആണ് അട്ടിമറിക്കപ്പെട്ടത് 2019. ഇത് ഇങ്ങനെ തുടർച്ചയായി ഏതെങ്കിലും ഒരു നിയമനത്തിൽ മാത്രമല്ല, എല്ലാ നിയമനങ്ങളിലും ഇത്തരത്തിലുള്ള ഇടപെടൽ അത് നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഉദ്യോഗാർത്ഥികളോടുള്ള വലിയ അനീതിയാണ് ആ കാര്യത്തിൽ, സംശയമൊന്നുമില്ല. ഇതിൻ്റെ ട്രാൻസ്പെറൻസി ഉറപ്പായിട്ട് പാലിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. അല്ലെങ്കിൽ ഇത് നമ്മൾ ഏറ്റവും വിശ്വാസ്യതയുണ്ട് എന്ന് നമ്മൾ കരുതുന്ന PSCയുടെ തകർച്ചയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതിൽ സംശയമൊന്നുമില്ല.